ഒരിക്കലൊരു സംഭവകഥ ഇപ്രകാരം വായിച്ചതോർക്കുന്നു. ഒരു ശിഷ്യൻ ഗുരുവിനോട് ചെന്നേച്ചും പറഞ്ഞു, തനിക്ക് പുതിയ വസ്ത്രം വേണമെന്ന്. അപ്പോൾ ഗുരു അദ്ദേഹത്തിന് സന്തോഷപൂർവ്വം കൈവശമുണ്ടായിരുന്നൊരു വസ്ത്രം നൽകി. പിന്നീട് ഗുരുവും ശിഷ്യനും തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നു. ഗുരു ശിഷ്യനോട് ചോദിച്ചു, നീ ആ തുണി അല്ലെങ്കിൽ അത് എന്ത് ചെയ്തു? അത് ഞാൻ കിടക്കുവാനുള്ള വിരിയാക്കി മാറ്റി ഗുരു. അപ്പോൾ ഗുരു പറഞ്ഞു, അപ്പോൾ നേരത്തെ കിടക്കയ്ക്ക് വിരി ഉണ്ടായിരുന്നല്ലോ. ആ കിടക്ക വിരി മോശമായപ്പോൾ ഞാനത് വെട്ടി ജനൽ കർട്ടനാക്കി ഗുരു. അപ്പോൾ ജനലിരുന്ന് വിരിയോ? അത് ഞാൻ അടുക്കളയിൽ വിളക്ക് തുടയ്ക്കാനെടുത്തു. അപ്പോൾ വിളക്ക് തുടച്ചിരുന്ന തുണിയോ? അത് ഞാൻ വൃത്തിയായിട്ട് കഴുകി മനോഹരമാക്കി വിളക്കിനുള്ള തിരിയാക്കി മാറ്റി. പഴയ തിരി കത്തി തീർന്നു പോയിരുന്നു. കേട്ടാൽ പിശുക്കായിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്ന് തോന്നിയേക്കാം. ഇതിനകത്ത് ഒരു രസകരമായൊരു കാര്യം, ഏതൊരു വസ്തുവിനും വീണ്ടും വീണ്ടും ഉപയോഗിക്കപ്പെടാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ടെന്നുള്ളതാണ്. അത് ഭാവനയിലെന്നാണ്. ചിലെങ്കിലും പറയാറുണ്ട്, എൻ്റെ ഭാര്യ വസ്ത്രം തയ്ക്കുന്നത് ഇതുപോലെയാണ്, അതിൽ നിന്ന് എന്തൊക്കെ മിച്ചം പിടിക്കാമെന്ന് നോക്കും. അങ്ങനെ മിച്ചം പിടിക്കുന്നത് വെച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും ആക്കി മാറ്റും. അവൾക്ക് ഞാനൊരു ഡ്രസ്സ് തയ്ക്കാൻ തുണിയെടുത്താൽ അവൾ അതിൽ നിന്ന് കൊച്ചിനുള്ളൊരു ഉടുപ്പും കൂടി ഒപ്പിക്കാൻ ശ്രമിക്കും. പലപ്പോഴും സാമ്പത്തിക ശാസ്ത്രത്തിൽ മിതവ്യയം എന്നുള്ള വാക്ക് പിശുക്ക് എന്നർത്ഥത്തിലല്ല ഉപയോഗിക്കുന്നത്. ത്രിഫ്റ്റ് എന്നുള്ളത് ഒരു വസ്തുവിൻ്റെ മാക്സിമം അതിനെ ഉപയോഗിക്കുക എന്നതിൽ നിന്നാണ് മിതവ്യയം വരുന്നത്. അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് എന്ന് പറയും. സാമ്പത്തികശാസ്ത്രം തുടങ്ങുന്നത് തന്നെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അനവധിയാണെന്നും ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് എന്നും, എന്നാൽ അതിനെ നേടുവാനുള്ള ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള റിസോഴ്സസ്, വിഭവങ്ങൾ, ദ മെറ്റീരിയൽസ് പരിമിതമാണെന്നും, ദ റിസോഴ്സസ് ടു മീറ്റ് ദ അൺലിമിറ്റഡ് വാണ്ട്സ് ആർ ലിമിറ്റഡ്, ദെയർഫോർ അതുകൊണ്ട് തന്നെ ഉള്ള വിഭവങ്ങളെ മാക്സിമം ഉപയോഗിക്കുക. അവിടെയാണ് ചോയ്സ് എന്ന് പറയുന്നത്, ഹൗ ടു ചൂസ്. ലയണൽ റോബിൻസ് എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഈ സിദ്ധാന്തം കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത്. ദ എബിലിറ്റി ടു ചൂസ്, ദ ഫ്രീഡം ഓഫ് ചോയ്സ്, ഉള്ള റിസോഴ്സസിനെ മാക്സിമം ഉപയോഗിക്കുക. അതിനെയാണ് നമ്മൾ പിന്നീട് മിതവ്യയം എന്നതിനെക്കുറിച്ചൊക്കെ ചിന്തയിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ലോകം മുഴുവൻ ഒരു റിസഷനെ ഭയപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പലരും ഭയപ്പെടുന്നുണ്ട്, പലരും ചോദിക്കുന്നുണ്ട്, സാമ്പത്തിക മാന്ദ്യം ഇനിയും വരുമോ ടീച്ചറെ? കാരണം 1930കളിലാണ് ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായത്. ദ ഗ്രേറ്റ് ഡിപ്രഷൻ എന്നാണ് അതിനെ വിളിക്കപ്പെടുന്നത് തന്നെ. മഹത്തായ സാമ്പത്തിക മാന്ദ്യം 1930കളിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1929 മുതൽ 32 വരെയുള്ള കാലഘട്ടമായിരുന്നു. അതിനെ ചുരുക്കിയാണ് 30കളിലെ സാമ്പത്തിക മാന്ദ്യം എന്നൊക്കെ പറയുന്നത്. ഈ സാമ്പത്തിക മാന്ദ്യം ലോകത്തിൻ്റെ സാമ്പത്തിക ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയതാണ്. കാരണം ഉൽപ്പാദനം കുറഞ്ഞു, വരുമാനം കുറഞ്ഞു, ഉപഭോഗം അഥവാ കൺസംഷൻ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ തൊഴിലില്ലായ്മ കൂടി, ഉള്ള വസ്തുക്കൾക്ക് വില കൂടി, ലോകം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ നിന്നു. ഇതിൻ്റെ കാരണമായിട്ട്, ഇത് സംഭവിക്കാനുള്ള കാരണമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത് ജോൺ മെയ്നാർഡ് കെയ്ൻസ്, ജെഎം കെയ്ൻസ് എന്നുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പറഞ്ഞത് ഇതിൻ്റെ കാരണം ആഗോള ഉപഭോഗത്തിൽ വന്ന കുറവാണ് ഇതിൻ്റെ കാരണം എന്നാണ് പറഞ്ഞത്. അതായത് മൊത്ത കൺസംഷൻ, ദ ടോട്ടൽ അല്ലെങ്കിൽ അഗ്രഗേറ്റ് കൺസംഷൻ എന്ന് പറയും. ദ ടോട്ടൽ കൺസംഷൻ വന്ന കുറവ്. കൺസംഷൻ കുറഞ്ഞതോടുകൂടി എന്ത് സംഭവിച്ചു? ഉൽപ്പാദനത്തെ അത് പ്രതികൂലമായി ബാധിച്ചു. ഉൽപ്പാദനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുമ്പോൾ വരുമാനത്തെയും തൊഴിലിനെയും ബാധിക്കുന്നു. ഉൽപ്പാദിത വസ്തുക്കൾക്ക് വിലക്കയറ്റം ഉണ്ടാകുന്നു. വീണ്ടും ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്, എന്തെങ്കിലും സംഭവിക്കുമോ? ലോകം ഉറ്റുനോക്കുന്നുണ്ട്. അമേരിക്കൻ എക്കോണമിയുടെയും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളുടെയും, ഇപ്പം ജപ്പാൻ, ഫിൻലൻഡ് തുടങ്ങിയ രാഷ്ട്രങ്ങളുടെയൊക്കെ ചില സാമ്പത്തിക അവസ്ഥകളെ സൂചികകളായിട്ട് എടുത്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉയരുന്നത്. പക്ഷേ 2008 മറ്റൊരു ഒരു സാമ്പത്തിക മാന്ദ്യം അഥവാ റിസഷൻ ഉണ്ടായപ്പോൾ ഇന്ത്യയെ പോലെ രാജ്യങ്ങൾ അത് ഏശാതെ കടന്നുപോയി. വലുതായിട്ട് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ അത് ഉലച്ചില്ല. കാരണം പറഞ്ഞത് ഇന്ത്യ ബേസിക്കലി ഒരു കൺസ്യൂമറിസ്റ്റിക് എക്കോണമി ആയതുകൊണ്ടാണെന്നത്. അതോടൊപ്പം തന്നെ ഒരു സേവിങ് എക്കോണമിയുമാണ്. മക്കൾക്ക് വേണ്ടി കരുതുന്ന അല്ലെങ്കിൽ ധാരാളം സേവിങ്ങിനെക്കുറിച്ച് ചിന്തിക്കുന്നതും
കൺസംഷന് ധാരാളം സാധ്യതയുള്ള രാജ്യവും ആയതുകൊണ്ടാണ് ഈ 2008 മാന്ദ്യം, റിസഷൻ, ഇവിടുത്തെ ബാങ്കുകളെയോ ഇവിടുത്തെ സാമ്പത്തിക ചംക്രമണത്തെയോ റിസഷൻ സൈക്കിളിനെയോ എക്കണോമിക് സൈക്കിളിനെയൊക്കെ ബാധിക്കാതെ പോയത്. എന്നാൽ ഇനിയൊരു റിസഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയൊക്കെ അത് പിടിച്ചു കുലുക്കുമോ എന്നൊക്കെ സാമ്പത്തിക ശാസ്ത്രരംഗത്ത് ഏറെ ചർച്ചയായി കിടക്കുന്ന വിഷയമാണ്. ഈ സൈക്കിൾ, ട്രേഡ് സൈക്കിൾ എന്നുള്ളത് അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ എന്നുള്ളത് അപ്സ് ആൻഡ് ഡൗൺസോടുകൂടി ഇങ്ങനെ സൈക്ലിക്കലായിട്ട് വരുന്നൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. നമ്മൾ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമ്മൾ സാമ്പത്തിക രംഗത്ത് പറയുന്ന പോലെ ഒരു ഉയർച്ചയുണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ട്, ഒരു താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ടെന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ലോക സാമ്പത്തിക വിപണിയിലും ഈ ബിസിനസ് സൈക്കിൾ സംഭവിക്കുന്നു. എന്താണ് സൈക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്കോണമി ഏറ്റവും ഉയർന്നിരിക്കുന്ന അവസ്ഥ, സാമ്പത്തികം ഏറ്റവും നന്നായിരിക്കുന്ന അവസ്ഥയെ നമ്മൾ പ്രോസ്പെരിറ്റി അഥവാ ബൂം എന്നാണ് വിളിക്കണം. ഇക്കോണമി ബൂമാണ് എന്ന് പറഞ്ഞ അർത്ഥം ബിസിനസ് സൈക്കിൾ നന്നായിട്ട് പോകുന്നുണ്ടെന്നാണ്. ബിസിനസ് സൈക്കിൾ നന്നായിട്ട് പോകുന്നതനുസരിച്ച് ഒരു പക്ഷേ ഇൻവെസ്റ്റേഴ്സിനൊക്കെ താല്പര്യം കൂടുന്നു, നിക്ഷേപകർക്ക് താല്പര്യം കൂടുന്നു, വ്യവസായവും വാണിജ്യവും ഒക്കെ മെച്ചപ്പെടുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ പലിശ നിരക്കിലൊക്കെ വ്യത്യാസം മൂലവും മറ്റ് ചില സാമ്പത്തിക ഘടകങ്ങൾ മൂലവും ഈ ബൂമിനെ താഴോട്ട് പോരുന്ന അവസ്ഥയെയാണ് റിസഷൻ എന്ന് വിളിക്കുന്നത്. റിസഷൻ്റെ പീക്കിനെയാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് വിളിക്കുന്നത്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഡിപ്രഷൻ അല്ല, സാമ്പത്തിക മാന്ദ്യമാണ് ഡിപ്രഷൻ. ഡിപ്രഷനിലേക്ക് ലോകം എക്കോണമി എത്തുന്നില്ല, പക്ഷേ റിസഷനിലൂടെ കടന്നു പോകുന്നില്ല എന്നൊരു ഭയം. വീണ്ടും അതിനെ റിക്കവറി എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്കും കടന്നു പോകുന്നു, തിരിച്ചു വരുന്നു. വീണ്ടും ഈ ബൂം, റിസഷൻ, ഡിപ്രഷൻ, റിക്കവറി, ഇതിങ്ങനെ സൈക്ലിക്കലായിട്ട് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിഭാസമാണ്. വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സാമ്പത്തിക ചരിത്രം എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ തലമുറകളിൽ സാമ്പത്തികമായി ചില ഉയർന്നവർ മറ്റൊരു തലമുറയായപ്പോൾ താഴോട്ട് പോകുന്നതും, എന്നാൽ ആ അവസ്ഥയിൽ നിൽക്കുന്നവർ ജീവിതത്തെ പിന്നെ മെച്ചപ്പെടുത്തി അവർ ഉയർന്ന് റിക്കവറി സ്റ്റേജിലേക്ക് പോകുന്നതൊക്കെ കുടുംബങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ സാമ്പത്തിക ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, ഈ ഒരു റിസഷൻ വരുമോ വരത്തില്ലയോ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിൽ നമ്മളെടുക്കേണ്ട ചില പരിശ്രമങ്ങളും ചില സൂചികകളെക്കുറിച്ച് പറയാനാണ് ഞാൻ തുടക്കത്തിൽ ആ കഥയുമൊക്കെ പറഞ്ഞത്. എപ്രകാരം ഇങ്ങനൊരു റിസഷനെ നമുക്ക് നേരിടാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ കടമില്ലാതെയൊക്കെ ജീവിക്കാൻ പറ്റും, എങ്ങനെ ജീവിതത്തിൻ്റെ നിക്ഷേപ സമ്പാദ്യ സാധ്യതകളെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിലേക്കാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വിരൽ ചൂണ്ടുന്നത്. നമുക്കറിയാം, ഉൽപ്പാദന വസ്തുക്കൾ സൃഷ്ടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഏതൊരു വ്യക്തിയും തനിക്ക് ആവശ്യമായ സാമ്പത്തിക അടിത്തറ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ മാന്യതയുടെ ലക്ഷണമാണ്. എനിക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ മേടിക്കാൻ വേണ്ടി അതിനുള്ള സൗകര്യങ്ങൾ ഞാൻ തന്നെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത്. അതായത് മറ്റുള്ളവരെ കണ്ടുകൊണ്ടോ മറ്റുള്ളവരുടെ കയ്യിലെ പണം കണ്ടുകൊണ്ടോ അല്ല നമ്മൾ ജീവിക്കേണ്ടത്, മറിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമവൽക്കരിക്കാനുള്ള ഒരു അവസ്ഥ. അതിന് തൊഴിലെടുത്തോ ബിസിനസ് ചെയ്തോ മറ്റേതെങ്കിലും സംവിധാനങ്ങളിലൂടെയോ ഒക്കെ അവനവന് ആവശ്യമായ പണം, നമ്മൾ സർക്കാരിൻ്റെ ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഗവൺമെൻറ് ഫിനാൻസ്, അതിന് പബ്ലിക് ഫിനാൻസ് എന്ന് പറയും. ഗവൺമെൻറ് ആദ്യം ചിലവ് കണ്ടുപിടിക്കും, ചിലവിനനുസരിച്ച് പിന്നെ വരവ് എങ്ങനെയൊക്കെ വേണം എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ വേയ്സ് ആൻഡ് മീൻസ് ബൈ വിച്ച് വി ക്യാൻ റേസ് റവന്യൂ ഇൻ ഓർഡർ ടു മീറ്റ് ദ ഇൻക്രീസിങ് എക്സ്പെൻഡിച്ചർ. ഇത് പബ്ലിക് ഫിനാൻസാണ്. എന്നാൽ പ്രൈവറ്റ് ഫിനാൻസ്, സ്വകാര്യ വ്യക്തികളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ മെത്തഡോളജി പൂർണ്ണമായും ശരിയാകത്തില്ല, മറിച്ച് ചിലവുകൾ അറിയുന്നു, അതോടൊപ്പം തന്നെ വരവുകൾ എങ്ങനെ ക്രമീകരിക്കാനും ഉയർത്താനും സാധിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഒരാളൊരു ലോൺ എടുക്കുക എന്ന് വിചാരിക്കുക, ഹൗസിംഗ് ലോൺ. ഹൗസിംഗ് ലോണൊക്കെ സാധാരണ നമ്മൾ എടുക്കുന്നത് 20 വർഷം അല്ലെങ്കിൽ 15 വർഷം, കൂടിയാൽ 30 വർഷത്തേക്കൊക്കെയാണ് ഒരു വ്യക്തി ഹൗസിംഗ് ലോൺ എടുക്കുന്നത്. ഈ ഹൗസിംഗ് ലോൺ എടുക്കാനായിട്ടൊരു വ്യക്തി പോകുമ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് ഇൻകമാണ് മനസ്സിൽ കാണുന്നത്. എന്ന് പറഞ്ഞ അർത്ഥം ഭാവിയിൽ എനിക്ക് കിട്ടാൻ പോകുന്ന വരുമാനം കണ്ടുകൊണ്ടാണ് ഇന്ന് ലോൺ എടുക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു 25 ലക്ഷം ലോൺ എടുക്കാൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക. ഒരു 25 വയസ്സുള്ള വ്യക്തി 30 വർഷത്തേക്കെന്ന് പറയുമ്പോൾ 55 വയസ്സ് വരെ ആണ് ലോൺ അടയ്ക്കുന്നത്. 25 വയസ്സുള്ള ഒരു വ്യക്തി 25 ലക്ഷം രൂപ എടുക്കുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ബാങ്കുകൾക്കനുസരിച്ചും പലിശ നിരക്കിനനുസരിച്ചും ഉണ്ടാകാം. ഒരു 20,000 രൂപ അടയ്ക്കണം.
ഈ 20,000 രൂപ അടുത്ത 30 വർഷത്തേക്ക് എനിക്ക് അടയ്ക്കാൻ സാധിക്കും എന്ന കണക്കുകൂട്ടലിൽ നിന്നാണ് ഇന്ന് കയറി ഈ 25 ലക്ഷം രൂപ ലോൺ എടുക്കുന്നത്. നമുക്കറിയാം അങ്ങനെ ഒരു വ്യക്തി ലോൺ എടുക്കുമ്പോൾ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, 30 വർഷത്തേക്ക് 20,000 രൂപ അടച്ചാൽ മതി എന്നുള്ളതാണ്. ഇന്നത്തെ 20,000 രൂപയുടെ വില 20 വർഷം കഴിഞ്ഞ 20,000 രൂപയ്ക്ക് ഇല്ല. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കും. പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണ്. ഒന്ന്, പണത്തിൻ്റെ അളവ് വർദ്ധിക്കുന്ന ഇൻഫ്ലേഷനാണ്. 2, സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നത് ഇൻഫ്ലേഷനാണ്. 3, പണത്തിൻ്റെ മൂല്യം കുറയുന്നത് ഇൻഫ്ലേഷനാണ്. 4, ഉൽപ്പാദനം കുറയുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദനം കുറയുന്നത് ഇൻഫ്ലേഷനാണ്. ഇതിലെ 3ാമത്തെ ഘടകമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതായത് പണത്തിൻ്റെ വാല്യൂ കുറയുന്നു. ഇന്നത്തെ 20,000 രൂപയുടെ വില 10 കൊല്ലം കഴിയുമ്പോൾ 20,000 രൂപയ്ക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് 20,000 രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ 10 കൊല്ലം കഴിഞ്ഞാൽ 20,000 രൂപയ്ക്ക് കിട്ടണമെന്നില്ല. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ദ ലോ ഓഫ് ഡിമിനിഷിങ് വാല്യൂ, ഈ ഒരു തിയറി കണ്ടുകൊണ്ടാണ് ബാങ്കുകൾ ഈ ലോൺ കൊടുക്കുന്നത്. ഈ 30 വർഷത്തേക്ക് ഈ വ്യക്തി ലോൺ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഓർക്കണം, 30 കൊല്ലത്തേക്ക് എടുത്തത് ഇത് ഗുണിച്ച് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എടുത്ത തുകയും ഭാവിയിൽ അടച്ചു തീർക്കുന്ന തുകയും കൂടി ഗുണിച്ച് നോക്കുവാണെങ്കിൽ കുറഞ്ഞത് 2.5 ഇരട്ടി അടച്ചിട്ടുണ്ടാകും. അതായത് 25 ലക്ഷം എടുത്തുകൊണ്ട് പോകുന്നവർ 60 ലക്ഷത്തിന് മേലെ ബാങ്കിന് കൊടുത്തിട്ടുണ്ടാകും. അത് പലിശയാണ്. അപ്പോൾ ഇത്രയും പലിശ കൊടുക്കണമോ എന്നൊരു ചോദ്യം വരും. പക്ഷേ ഇപ്പോൾ കയ്യിൽ പൈസ ഇല്ലല്ലോ, ലോൺ എടുക്കാതെ നിവൃത്തിയില്ല. അങ്ങനെയാണ് ലോൺ എടുത്തുകൊണ്ട് പോയി പലരും വീട് പണിയുന്നത്. മാത്രവുമല്ല, ബുദ്ധിയുള്ള വ്യക്തികൾ എന്ത് ചെയ്യുമെന്നറിയാവോ, ഈ ലോണിനോടൊപ്പം മറ്റേതെങ്കിലും ചിട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധനാഗമോ മാർഗമോ കണ്ടുവയ്ക്കും. എന്നിട്ട് ഇടയ്ക്ക് ഈ ലോണിലേക്ക് അടച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ചോദിക്കും, മാസാമാസം അടയ്ക്കാൻ കാശ് എവിടെ നിന്നാന്ന് ചോദിക്കും. കാരണം EMI അടയ്ക്കണം, ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്, അതാണ് EMI അടയ്ക്കണം. അതോടൊപ്പം തന്നെ വീണ്ടും എവിടെ നിന്നാണ് പൈസ എന്നൊരു ചോദ്യം വരും. പക്ഷേ 30 കൊല്ലം എന്നുള്ളത് 20 കൊല്ലത്തേക്കോ 15 കൊല്ലത്തേക്കോ കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ പലിശ അധികമാകത്തില്ല. അപ്പോൾ റിസഷൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഈ തിയറി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു മാന്യത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ പഠിക്കുമ്പോൾ, ഭാവിയിലേക്ക് എനിക്ക് 30 കൊല്ലം അടയ്ക്കാമെന്ന് ഞാൻ ഇന്ന് കണക്ക് കൂട്ടിയാൽ റിസഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ ജോലിക്കോ ജീവിത സാഹചര്യങ്ങൾക്കൊക്കെ വ്യത്യാസം വന്നേക്കാം. അതുകൊണ്ട് എനിക്കത് സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില മാർഗങ്ങളാണ് നേരത്തെ പറഞ്ഞതിനെ മറ്റൊരു ചിട്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊരു എമർജൻസി ഫണ്ടാണ്. അങ്ങനെ ഉണ്ടാക്കണം. കുറച്ച് എമർജൻസി ഫണ്ടിൽ നിന്ന് ഇങ്ങോട്ട് അടയ്ക്കുന്നു എന്ന് പറയും. മാന്യത്തെ നേരിടണമെങ്കിൽ ഒന്നാമത് വേണ്ടത് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും അവരുടെ വരുമാനത്തിൻ്റെ ഒരു 10% ഒരു എമർജൻസി ഫണ്ടായിട്ട് മാറുന്നു. അതിന് സിപ്പ് എന്ന് പറയും. അതായത് ഒരു എന്താ പറയുക, സ്റ്റാറ്റ്യൂട്ടറി, അല്ലെങ്കിൽ നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് തുക ഇങ്ങനെ അടച്ചടച്ച് പോകുന്ന ഒരവസ്ഥ. പല രീതിയിൽ നമുക്ക് ഈ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാം. ഒന്ന്, നമുക്കറിയാം സേവിങ്സ് ബാങ്ക്, SB അക്കൗണ്ട് വഴി ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാം. 2, FD ആയിരിക്കാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയില്ല, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ 1 കൊല്ലത്തേക്ക് നമ്മൾ ഇടുന്നു, തൽക്കാലത്തേക്ക് അത് എടുക്കാതിരിക്കുന്നു. 1 കൊല്ലം കഴിയുമ്പോൾ അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, എപ്പോൾ വേണമെങ്കിലും എടുക്കാം. 1 കൊല്ലത്തിന് ഇപ്പുറം ചെന്ന് എടുത്തു കഴിഞ്ഞാൽ നഷ്ടക്കച്ചവടമാണ്. പക്ഷെ 1 കൊല്ലം കഴിയുമ്പോൾ സാധാരണ ബാങ്കുകൾ നമുക്കൊരു ഇൻറ്റിമേഷൻ തരും, ഇറ്റ് വിൽ ബി ടേൺഡ് ഓവർ ടു അനദർ പീരീഡ്, മറ്റൊരു കാലത്തേക്ക് അതിനെ മാറ്റിയിട്ടുണ്ടെന്ന് പറയും. പക്ഷെ അങ്ങനെ മാറ്റിയാലുള്ള നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എപ്പോൾ വേണമെങ്കിലും ആ പൈസ എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു എമർജൻസി ഫണ്ടായിട്ട് അവിടെ കിടന്നോളാം. 3ാമത്തതിന് റെക്കറിങ് ഡെപ്പോസിറ്റ് എന്ന് പറയും. അപ്പം ഞാൻ സേവിങ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറഞ്ഞു, ഫിക്സഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറഞ്ഞു. 3ാമത് ഞാൻ പറയുന്നത് ഒരു റിക്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും കൃത്യതുക ഒരക്കൗണ്ടിലേക്ക് ഞാൻ മാറ്റുന്നു. ബാങ്കുകൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി, ബാങ്കുകൾ ചെയ്തോളും. ബാങ്കുകാർക്ക് നമ്മളൊരു പേപ്പറിൽ അവരുടെ ഇൻസ്ട്രക്ഷൻ പേപ്പറുണ്ട്, അതിനകത്ത് എഴുതി കൊടുത്താൽ എല്ലാ മാസവും ഇന്ന ഡേറ്റിൽ ഇത്ര രൂപ, ഒരു 500 രൂപ വെച്ച് മതിയെന്നേ, നമുക്കുള്ളതുപോലെ 100 രൂപയോ 500 രൂപയോ 1000 രൂപയോ ഉള്ളതുപോലെ 5000 രൂപയോ ഉള്ളതുപോലെ കേട്ടോ, ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് കറക്റ്റ് ഡേറ്റിൽ ബാങ്ക് അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ച് അങ്ങോട്ട് മാറ്റിക്കൊള്ളും, കമ്പൽസറി ആയിട്ട് പൊക്കോളും. നമുക്കറിയാലോ, മിച്ചം വന്നിട്ട് ആർക്കും സേവ് ചെയ്യാൻ പറ്റത്തില്ല. ആർക്കെങ്കിലും പറ്റുമോ? കാരണം എല്ലാവരുടെയും ചിലവ് അവരുടെ വരുമാനത്തേക്കാൾ അധികമാണ്. അത് താഴ്ന്ന വരുമാനക്കാർക്കും ഇടത്തരം വരുമാനക്കാർക്കും മുതിർന്ന വരുമാനക്കാർക്കൊക്കെ ഈ സിദ്ധാന്തം കറക്റ്റാണ് കേട്ടോ. കാരണം ഓരോരുത്തരുടെ ചിലവുകളും വ്യത്യാസമുള്ളത് കൊണ്ടാണ്.
വരവിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കും, അയ്യോ അവർക്കൊക്കെ എത്ര രൂപ വരുമാനം എന്ന് ചിന്തിക്കും. പക്ഷെ അവരുടെ ചിലവിനെക്കുറിച്ച് നമ്മൾ അറിയുന്നില്ല. അവരുടെ ചിലവുകൾക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലവ് കഴിഞ്ഞിട്ട് സമ്പാദിക്കാമെന്ന് ചിന്തിക്കാതെ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു സേവിങ്സ് കഴിഞ്ഞിട്ട് മിച്ചം വരുന്നതാണ് കൺസംഷൻ, ചിലവാക്കാനുള്ള തുകയെന്ന്. ബഡ്ജറ്റിനെ കുറിച്ച് എങ്ങനെ നമുക്ക് പേഴ്സണലായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാക്കാം എന്ന എപ്പിസോഡിലാണ് ഞാനത് പറഞ്ഞത്. ഇൻകം മൈനസ് കൺസംഷൻ അല്ല സേവിങ്, ഇൻകം മൈനസ് സേവിങ് ആണ് കൺസംഷൻ. വരുമാനത്തിൽ നിന്ന് ചിലവ് കഴിഞ്ഞ് മിച്ചം വരുന്നതല്ല സമ്പാദ്യം, വരുമാനത്തിൽ നിന്ന് സമ്പാദ്യം കഴിഞ്ഞിട്ട് മിച്ചം വരുന്നതാണ് ചിലവ്. ഈ ഒരു പ്രിൻസിപ്പിൾ, ഈ ഒരു തത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ റെക്കറിങ് ഡെപ്പോസിറ്റൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ബാങ്കിൽ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ ഡേറ്റിൽ ബാങ്കിൽ പൈസ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. കാരണം അവർക്ക് കട്ട് ചെയ്യാനുള്ള പൈസ അവിടെ ഉണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ ആ ഡേറ്റ് കണക്കാക്കി നമ്മൾ എവിടെയെങ്കിലും പൈസ ഉണ്ടാക്കി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ റെക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങാം. ഈ രീതിയിലൊക്കെയുള്ള എമർജൻസി ഫണ്ടുകൾ റിസഷനെ സഹായിക്കാം. ചില IT മേഖലയിലൊക്കെ ജോലി എടുക്കുന്നവർ എന്നോട് പറയാറുണ്ട്, ഹൗസിംഗ് ലോൺ എടുക്കാൻ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്ന് വരെ ജോലി ഉണ്ടെന്നൊരു ഉറപ്പൊന്നുമില്ല. കുറച്ച് നാളത്തേക്ക് ഹൗസിംഗ് ലോണൊക്കെ എടുത്ത് വെച്ചിട്ട് ജോലിയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോൺ അടയ്ക്കാൻ വീട് വിൽക്കേണ്ടി വരുന്ന അവസ്ഥ വരും. എല്ലാ ജോലികളും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. അൺസർട്ടനിറ്റിയും റിസ്ക്കും ഉള്ള മേഖലയാണ്. കാരണം ലോകവ്യാപകമായ റിസഷൻ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും പെട്ടെന്ന് വ്യാപിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വ്യാപിക്കുന്ന IT-ലേക്കാണ്. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അതുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കി വെച്ചിട്ടേ ഞാൻ വീട് പണിയുന്നുള്ളൂ എന്ന് പറയുന്ന പല IT ഉദ്യോഗസ്ഥരെയും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റേതായ അൺസർട്ടനിറ്റിയും അതിൻ്റേതായ റിസ്ക്കുമുണ്ട്. ഒരു അവ്യക്തതയും ഒരു അപകട അല്ലെങ്കിൽ റിസ്ക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള, റിസഷനെ നേരിടാൻ ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആദ്യത്തെ കഥയിൽ വായിച്ചതുപോലെ ജീവിത ചിലവുകളെ ക്രമീകരിക്കാൻ പഠിക്കുക. സാമ്പത്തിക ശാസ്ത്രത്തിൽ വസ്തുക്കളെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ആവശ്യ വസ്തുക്കൾ, സുഖഭോഗ വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ. ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ പറയും ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം ആവശ്യ വസ്തുവിൽ പെടുന്നെന്ന് പറയും. സുഖഭോഗ വസ്തുക്കളിൽ നമ്മൾ പെടുന്നത് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന ഒരു വാഹനം, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഒരു വീട്ടിലാണെങ്കിൽ ഫാന് അല്ലെങ്കിൽ AC, ഇതൊക്കെ സുഖഭോഗ വസ്തുക്കളിൽ പെടുന്നതാണ്. ആഡംബര വസ്തുക്കൾ ഞാൻ നിർവഹിച്ച് തരേണ്ട ആവശ്യമില്ലല്ലോ, ഷോ ഓഫാണ്. എനിക്കിതൊക്കെ സാധ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വെമ്പലിനെയാണ് നമ്മൾ ആഡംബര വസ്തുക്കൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനിക്കിതൊക്കെ ഉണ്ട് എന്നുള്ളത്. ചില കല്യാണങ്ങൾക്കൊക്കെ പോയി നിന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് വെറും ആഡംബരമാണ്. ഈ പണക്കാരൻ അവൻ്റെ ഹുങ്ക് കാട്ടിയും പാവപ്പെട്ടവൻ അവൻ്റെ ചങ്ക് പൊട്ടിയും നടത്തുന്നതാണ് കല്യാണങ്ങൾ. പണക്കാരൻ അവൻ്റെ ഹുങ്ക് അല്ലെങ്കിൽ അഹങ്കാരം കാട്ടിയും പാവപ്പെട്ടവൻ അവൻ്റെ ചങ്ക് പൊട്ടിയും നടത്തുന്ന ആഘോഷങ്ങളാണ് ഇന്ന് വിവാഹങ്ങൾ. അപ്പോൾ ചില വിവാഹങ്ങൾക്കൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് വെറും ആഡംബരമാണ്, ഇത് വെറും ഷോയാണ്. ഞങ്ങൾ ആരൊക്കെയോ ആണെന്നും ഞങ്ങൾക്കെല്ലാം സാധ്യമാണെന്നും കാണിക്കാനുള്ള വെമ്പൽ. ചില കാറുകളൊക്കെ ചിലർ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ചില വ്യക്തികൾക്ക് നല്ല കാറുകൾ ആവശ്യമാണ്, ചിലർക്ക് കാറ് നെസസറി വസ്തുവായതുകൊണ്ട് അവർക്ക് സഹായകരമായ വസ്തുവാണ്. ചിലർക്ക് എൻ്റെ കാർ ഇന്നതാണ്, ഇന്ന നമ്പറാണ്, ഇന്ന കമ്പനിയുടെയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയുള്ളൊരു വെമ്പലുമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ആഡംബര വസ്തുക്കളോടുള്ള ഭ്രമം ഏറി വരുന്നതൊക്കെ കാണാൻ പറ്റും. മനുഷ്യൻ്റെ വ്യക്തിത്വം നിശ്ചയിക്കുന്നത് അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളോ അവൻ ചാരി നിൽക്കുന്ന വാഹനങ്ങളോ അല്ല, മറിച്ച് അവൻ്റെ ജീവിത രീതിയും അവന് മറ്റുള്ളവരോടുള്ള ഇടപെടലുകളും മാന്യമായ രീതിയിലുള്ള അവൻ്റെ സംസ്കാരവും എല്ലാമാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാറ്റി നിശ്ചയിക്കുന്നത്. ബാക്കിയെല്ലാം ഷോയാന്ന് നമുക്കറിയാമല്ലോ അല്ലേ. അതുകൊണ്ട് മാന്യത്തെ നേരിടാൻ നമ്മൾ രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് ജീവിതത്തെ ഒരു ക്രമപ്പെടുത്തലാണ്. അവിടെ ഒരു ക്രമമുണ്ട്, ജീവിതക്രമം. അതായത് നമ്മൾ പറയത്തില്ലേ, ഈ ചില സാമ്പത്തികമൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഒരു ചില നന്നായിട്ട് ഫൈൻ ട്യൂൺ ചെയ്യാൻ പഠിക്കും. ചില ഇൻസ്ട്രുമെൻസൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ. ചില ഇൻസ്ട്രുമെൻസിൻ്റെ ചില കമ്പികൾ അല്ലെങ്കിൽ ഒരു വല്ലാതെ നമ്മളിപ്പോൾ ഒരു വയലിനെടുക്കുകയാണെങ്കിൽ ചില കമ്പികൾ വല്ലാതെ അയഞ്ഞു കിടക്കുകയാണെങ്കിൽ താളം ശരിയാകത്തില്ല, വല്ലാതെ മുറുകിപ്പോയാലും താളം ശരിയാകത്തില്ല. അതിനൊരു ഭാഗമുണ്ട്. ആ വയലിനിസ്റ്റിന് അല്ലെങ്കിൽ ആ ഹാർമോണിയം ഉപയോഗിക്കുന്ന ആൾക്ക്, ആ പിയാനോ ഉപയോഗിക്കുന്ന ആൾക്ക് അറിയാം അതിനൊരു താളമുണ്ട്. അതിന് കൃത്യമായി ക്രമപ്പെടുത്തണം, ഇല്ലെങ്കിൽ അപസ്വരമായിരിക്കും. ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ.
ജീവിതത്തിൻ്റെ സാമ്പത്തികത്തെ കൃത്യമായി ട്യൂൺ ചെയ്യാൻ സാധിക്കണം. അതൊരു കലയാണ്. അത് ട്യൂൺ ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിലാണ് കൃത്യമായിട്ട് അതിരിക്കേണ്ടത്, എപ്രകാരം വേണം വേണ്ട എന്നുള്ളത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കുറേ കഴിയുമ്പോൾ അപസ്വരം കാണുമ്പോഴത്തേക്കും മറ്റുള്ളവരും പരിഹസിക്കാൻ തുടങ്ങും. വിദേശത്തൊക്കെ തൊഴിലെടുക്കുന്നവർക്കറിയാം, അവർ കുറേ നാൾ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം അവർക്കുണ്ടാകുന്ന പൈസ എവിടെ നിക്ഷേപിക്കണമെന്നൊക്കെ അറിയാതെ കിട്ടിയ കാശ് മുഴുവൻ ഷോയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഞങ്ങൾ എന്തൊക്കെയോ അച്ചീവ് ചെയ്തു, ഞങ്ങൾ എന്തൊക്കെയോ നേടിയെടുത്തു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ട് ഒരു 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും നിർത്തിപ്പോകുന്നവരായിരിക്കും. വീണ്ടും വിദേശത്തേക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നവരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. കാരണം കയ്യിലുള്ള പണം മാന്യമായി ട്യൂൺ ചെയ്യാൻ, വിവേകത്തോടെ ട്യൂൺ ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ട് സംഭവിച്ചതാണ്. അതിന് റിസഷനെ നേരിടാനുള്ള 2ാമത്തെ തലം അതാണ്. 3ാമത്തെ തലം ഡൈവേഴ്സിഫൈ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയും. നിങ്ങളുടെ നിക്ഷേപങ്ങൾ വ്യത്യസ്ത രൂപങ്ങളിലാകട്ടെ. ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന നിക്ഷേപത്തിലൊരു തിയറിയുണ്ട്. എല്ലാ മുട്ടകളും ഒരു കൂട്ടിക്കൊണ്ട് വെക്കരുതെന്ന്. എന്ന് പറഞ്ഞ അർത്ഥം, ഉള്ള പൈസ മുഴുവൻ വീട് പണിത്, വലിയൊരു വീട് പണിത് പിന്നെ പാപ്പരായി. ഉള്ള പണം മുഴുവൻ എടുത്ത് മക്കളെ പഠിപ്പിച്ച് ഇനി മുന്നോട്ട് പോകാൻ കാശില്ല. ഉള്ള കാശ് മുഴുവൻ കൊടുത്ത് സ്വർണം മേടിച്ച് ഇപ്പോൾ ഇനി കാശില്ല. അല്ലെങ്കിൽ ഉള്ള പണം മുഴുവൻ എടുത്ത് ആഡംബരമായിട്ട് ജീവിച്ചു, ഇനി അങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ ചിലർ റിയൽ എസ്റ്റേറ്റിലായിരിക്കും, ഉള്ള പൈസ കൊടുത്ത് സ്ഥലം മേടിച്ചു, സ്ഥലത്തു നിന്നുള്ള വരുമാനവും ഇല്ല, കയ്യിലെ കാശും പോയി. ഇനി ഈ സ്ഥലം വിൽക്കാമെന്ന് വിചാരിച്ചാൽ മേടിച്ച വിലയ്ക്ക് പോലും വിൽക്കാനും പറ്റുന്നില്ല. ഇങ്ങനെ പിടിപ്പില്ലാത്ത രീതിയിൽ സാമ്പത്തികം കൈകാര്യം ചെയ്ത് അസ്വസ്ഥരായിട്ട് നടക്കുന്ന ഒത്തിരി പേര് ഈ നാളുകളെ ഞാൻ കാണുകയാണ്. എനിക്ക് വളരെ രസകരമായ അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോഴൊക്കെ ഞാനെടുത്ത ക്ലാസ് വേറെ മറ്റു വലുതുമായിരിക്കും. ഞാനെടുത്ത വിഷയമോ, ചില ഓഡിയൻസിലൊക്കെ ഞാൻ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഞാനെടുത്ത വിഷയമോ ക്ലാസ്സോ ഒക്കെ വേറെ ആയിരിക്കും. സംശയങ്ങൾക്കായിട്ട് ഞാൻ നിൽക്കുമ്പോഴത്തേക്കും ആളുകൾ ചോദിക്കുന്ന സംശയങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പം ചിലർ ഓടി വരാൻ എൻ്റെ പുറകെ, മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പം ഞാൻ സംസാരിച്ച വിഷയത്തെക്കുറിച്ചായിരിക്കും ഒരു ചോദിക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. ചോദിക്കുന്നതെല്ലാം, മാം 30 ലക്ഷത്തിൻ്റെ കടമുണ്ട്, എന്താ ചെയ്യേണ്ടത്? മാം 8 ലക്ഷം എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണം, എന്താ ചെയ്യേണ്ടത്? മനുഷ്യനെ ഏറ്റവും അധികം കുഴയ്ക്കുന്ന ഒരു വൈകാരിക പ്രശ്നമായിട്ട് ഞാൻ സാമ്പത്തികത്തെ കാണുവാണ്. പലപ്പോഴും ഞാനെടുത്ത വിഷയം ഇതൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ അവിടെ ചിലപ്പോൾ സാമ്പത്തിക ശാസ്ത്ര അധ്യാപികയാണെന്നോ സാമ്പത്തിക ശാസ്ത്ര കോളമിനിസ്റ്റാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, ഞാൻ അന്നേരം 1 മണിക്കൂർ ക്ലാസ് എടുത്ത വിഷയമൊന്നും ഈ വ്യക്തിയുടെ തലയിലേക്ക് പോയില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കടത്തെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികത്തിൻ്റെ അങ്ങനെ എന്താണ് അധപ്പതനത്തിലേക്ക് പോകാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്, ഡൈവേഴ്സിഫൈ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഒരാളുടെ വരുമാനത്തിൻ്റെ ഒരു 30% കൂടുതൽ വീട് പണിക്കായിട്ട് മാറ്റിവെക്കരുത്. ടോട്ടൽ ഇൻകത്തിൻ്റെ ഞാൻ പറയുന്നത്. ഇനി ഒരാളുടെ മാസ വരുമാനത്തിൻ്റെ മാക്സിമം 40% ലോൺ അടയ്ക്കാനായിട്ട് എടുക്കാവുള്ളൂ. 20% സേവിങ്സ് ഉണ്ട് കേട്ടോ, 10% എമർജൻസി ഫണ്ടുണ്ട്, പിന്നെ 30% ജീവിക്കാൻ വേണം. പല ഉദ്യോഗസ്ഥരെയും ഞാൻ കണ്ടിട്ടുണ്ട്, 10-ാം തീയതി കഴിയുമ്പോൾ കടം മേടിച്ചു തുടങ്ങും. 10-ാം തീയതി വരെ, 1-ാം തീയതി ശമ്പളം കിട്ടി, 10-ാം തീയതി വരെ ഓക്കെ. പത്രത്തിൻ്റെ പൈസ കൊടുത്തു, പാലിൻ്റെ പൈസ കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്ത്, ഇലക്ട്രിസിറ്റി ബില്ല് അടച്ച്, ഗ്യാസിൻ്റെ പൈസ എല്ലാം കൊടുത്തു. 10-ാം തീയതി കഴിയുമ്പോൾ, അതും വലിയ ഉദ്യോഗസ്ഥരെയും ഞാൻ കണ്ടിട്ടുണ്ട്, 5 അക്ക ശമ്പളം കിട്ടുന്നവരുടെ അവസ്ഥയും 4 അക്കം കിട്ടുന്നവരുടെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഒരു 10-ാം തീയതി കഴിയുമ്പോൾ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു തുടങ്ങും, പൈസയുണ്ട്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഇച്ചിരി പൈസ, അത് 1000 ആകാം, 5000 ആകാം, 10000, ഓരോരുത്തരുടെ ഇതനുസരിച്ചായിരിക്കും 500 പൈസ. എന്തുകൊണ്ടാണെന്നറിയാമോ? കാൽക്കുലേഷൻ പൊളിയുന്നതാണ്. കാൽക്കുലേഷൻ പൊളിയുന്നത് എന്തുകൊണ്ടാണ്? ഈ ശതമാനക്കണക്കൊന്നും അറിയത്തില്ല. ലോൺ എടുത്തു, വീട് വെച്ചു. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ സുഹൃത്ത് വലിയൊരു വീട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹൗസ് വാമിങ്ങിന് ഞങ്ങളെ ആരെയും വിളിച്ചില്ല. ഞാൻ ചോദിച്ചു, സാറേ എന്താ സാറേ വീടൊക്കെ പണിത്, പാലുകാച്ചലൊക്കെ കഴിഞ്ഞെന്ന് അറിഞ്ഞല്ലോ, ഞങ്ങളോട് ആരോടും പറയാഞ്ഞത് എന്താ? എൻ്റെ ടീച്ചറെ വീട് പണിത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തന്നെ വാമപ്പായി, ഇനി ഒരു വാമിങ് വേണ്ടാന്ന് വെച്ചത്. ഞാൻ തന്നെ ഒരു പരുവായി, ഇനി അതുകൊണ്ട് ഹൗസ് വാമിങ് അല്ലെങ്കിൽ ആരെയും വിളിച്ച് നടത്തണ്ടെന്ന് തീരുമാനിച്ചു. അതിനുള്ള അത്രമാത്രം അവസ്ഥയിലേക്ക് ആ വീട് പണിത് വെച്ചു എന്നുള്ളതാണ്. ഷോയാണ്, വീട് പണിത് വെച്ചു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്. അപ്പോൾ ഡൈവേഴ്സിഫൈ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്. ആദ്യം ഞാൻ പറഞ്ഞത് ഒരു എമർജൻസി ഫണ്ടിനെ കുറിച്ചാണ്. റിസഷനെ നേരിടാൻ, റിസഷൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ, റിസഷൻ്റെ അലയൊലികൾ അവിടെ ഇവിടെ കേൾക്കുന്നുണ്ട്.
ചിലപ്പോൾ ഇതൊന്നും സംഭവിക്കണമെന്നില്ല, ലോകമെമ്പാടും പെട്ടെന്ന് തന്നെ ഒരു കുതിപ്പ് വന്നേക്കാം. സാമ്പത്തിക രംഗം അങ്ങനെയാണ് കേട്ടോ, അൺപ്രഡിക്റ്റബിളാണ്. ചിലപ്പോൾ ഒരു എക്കോണമി പെട്ടെന്നൊരു കുതിപ്പ് വന്നെന്നും ഇരിക്കാം, അൺപ്രഡിക്റ്റബിളാണ്. പക്ഷേ നമ്മൾ മുന്നിൽ കാണുക എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഒരു ജീവിത ചിലവുകളെ ക്രമീകരിക്കുന്ന കാര്യമാണ്. അവിടെയാണ് ത്രിഫ്റ്റ്, മിതവ്യയം എന്നൊക്കെയുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിച്ചത്. മൂന്നാമത് ഡൈവേഴ്സിഫൈ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. എവിടെയൊക്കെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമൊക്കെയാണ്, അവിടെയൊക്കെ നമ്മളിരിക്കുക അങ്ങനെയല്ലേ. ദെൻ ഓൾസോ ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഇൻകം സ്ട്രീംസ് എന്ന് പറയും. ഒരു തൊഴിൽ നഷ്ടപ്പെട്ടാൽ ജീവിക്കാനൊരു പ്ലാൻ ബി ഉണ്ടാകണം. ഒരു ബിസിനസ് പരാജയപ്പെട്ടാൽ മറ്റൊരു പ്ലാൻ സി ഉണ്ടാകണം. അങ്ങനെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ പ്ലാൻ എ പരാജയപ്പെട്ടാൽ വീണ്ടും 25 അക്ഷരങ്ങളുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. ആ 25 അക്ഷരങ്ങളും കൂടി ചേർത്ത് പിടിക്കത്തക്ക രീതിയിൽ ഒരു പ്ലാൻ ബിയും പ്ലാൻ സിയും പ്ലാൻ ഡി ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് ഗ്രഹനാഥന് മാത്രം ഉണ്ടായാൽ പോരാ, അതാ വീട്ടിലെ ഗ്രഹനാഥയ്ക്കും അവിടെ വളർന്ന കുഞ്ഞുങ്ങൾക്കും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാം ഇത് ബാധകമാണ്. കാരണം വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് ചിലവ് വർദ്ധിക്കും, വരുമാനം കുറയുന്നതനുസരിച്ച് ചിലവ് കുറയുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വരുമാനം കുറയുന്നതനുസരിച്ച് ചിലവ് കുറയാതിരിക്കുമ്പോൾ വരുമാനത്തിൻ്റെ വ്യത്യസ്ത സ്രോതസ്സുകൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇതിനൊക്കെയാണ് ദൈവം വിവേകം തന്നിരിക്കണം നമുക്ക്. ദീർഘകാല ആസൂത്രണം, എ ലോങ് ടേം പ്ലാനിങ് മനുഷ്യന് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സ്വാഭാവിക ഗുണമാണിത്. മൃഗങ്ങൾക്ക് പോലെ ഒരു ഹ്രസ്വകാല പ്ലാനിങ്ങേ ഉള്ളൂ. എന്നാൽ ദീർഘകാലം 10 കൊല്ലത്തേക്ക് 20 കൊല്ലത്തേക്ക് 30 കൊല്ലത്തേക്ക് പ്ലാൻ ചെയ്യാൻ മനുഷ്യൻ ദൈവം കൊടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു വരദാനമാണ് വിവേകം എന്നുള്ളത്. ഈ വിവേകം ഉപയോഗിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്യാൻ പഠിക്കുക. ഓർക്കുക, വെള്ളമൊഴിച്ച് വളർത്തിയ ചെടികളല്ല വൻവൃക്ഷമായിട്ടുള്ളത്. വെള്ളത്തെ തേടിപ്പോയി വേരുകൾ താണ്ടിയ ദൂരോട്ട് മാറിപ്പോയി സ്വയം വെള്ളം കണ്ടെത്തിയ ചെടികളാണ് വൻവൃക്ഷമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടും റിസഷനാണോ ഡിപ്രഷനാണോ ലോകം മാന്ദ്യംപരമാണോ എനിക്ക് ജോലി നഷ്ടപ്പെടാൻ പോവുകയാണ് ഞാനെന്ത് ചെയ്യും ഇങ്ങനെ ഓർത്ത് ആദ്യ പിടിക്കാതെ ജീവിതത്തെ ക്രമീകരിക്കാൻ പഠിക്കേണ്ട ഒരു സാമ്പത്തിക ശാസ്ത്രം. വിവരമുള്ളവർ മറ്റുള്ളവരുടെ അനുഭവം കണ്ടുപഠിക്കും, അല്ലാത്തവർ കൊണ്ടുപഠിക്കും.